യേശുക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നും ആർക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടർമാനമായി ചിന്തിച്ചു വരികയാണല്ലോ. ഇന്ന് അതുമായി അനുബന്ധമായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നൊരു വാക്യം മത്തായി സുവിശേഷം 15-ാം അധ്യായം, മത്തായി സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്. ജീസസ് പറയുവാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പോൾ മറ്റൊരു സമുദായത്തിലെ ഒരു വിജാതീയനായ അല്ലെങ്കിൽ ഇസ്രായേൽ ആ ഗോത്രങ്ങളിൽ വിട്ട് ഇസ്രായേൽ രാജ്യ പൗരത്വമില്ലാത്ത മറ്റൊരു വ്യക്തി ജീസസിനെ തേടി വരുമ്പോൾ ആ വ്യക്തിയോട് പറയുവാണ്, നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, നിനക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചും എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ്. അപ്പോൾ നിൻ്റെ ആവശ്യം പരിഗണിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ സ്ത്രീയുടെ അഡമൻ്റായിട്ടുള്ള വിശ്വാസം കണ്ടിട്ടാണ് ആ സ്ത്രീയുടെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുന്നത്. അപ്പോൾ ജീസസ് വളരെ ആധികാരികതയോടുകൂടെ ജീസസിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, ആ ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ ഉദ്ധാരണം തന്നെയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് ചില വാക്യങ്ങളുടെ ഉദ്ധരണി വെച്ചിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമായതുകൊണ്ട് ഇതുകൂടെ ഞാനൊന്ന് പറയട്ടെ. ഇസ്രായേൽ ഗൃഹം എന്ന് പറയുന്നത് 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ഒന്നാണെന്ന് ബൈബിൾ അറിയാവുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അധികമാർക്കും അറിയാനുള്ള സാധ്യത കുറവാണ്. അതായത് ആദ്യത്തെ രാജാവായ ശൗലും അത് കഴിഞ്ഞ് വന്ന ദാവീദും അത് കഴിഞ്ഞ് വന്ന ശലോമോനും ഈ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശലോമോൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേൽ സാമ്രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ആദ്യത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് യഹൂദ സാമ്രാജ്യമെന്നും രണ്ടാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ സാമ്രാജ്യമെന്നും അറിയപ്പെട്ടു. അപ്പോൾ അന്ന് മോശയുടെ കാലം തുടങ്ങി, ദാവീദിൻ്റെ കാലം തുടങ്ങി, ശലോമോൻ്റെ കാലഘട്ടത്തിൽ പണിതീർത്ത ദേവാലയവും അവരുടെ മതവ്യവസ്ഥകളും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം ഈ യഹൂദന്മാർ കൈയടക്കി. ഈ യഹൂദന്മാരെന്ന് പറയുമ്പോൾ അതിനകത്ത് യഹൂദ ഗോത്രം മാത്രമല്ല ഉണ്ടായിരുന്നത്, യഹൂദ ഗോത്രവും ലേവി ഗോത്രവും, കാരണം ലേവി ഗോത്രത്തിനാണല്ലോ പൗരോഹിത്യമുള്ളത്, അപ്പോൾ ലേവി ഗോത്രവും പിന്നെ ബെന്യാമിൻ ഗോത്രത്തിൻ്റെ കുറച്ച് ഭാഗവും, അപ്പോൾ ഒരു 2.5 ഗോത്രങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് യഹൂദ ഗോത്രവും ലേവിയ ഗോത്രവും ബെന്യാമിൻ ഗോത്രത്തിൻ്റെ പകുതിയോളവും ചേർന്നിട്ട് ആ മൊത്തം സാമ്രാജ്യത്തെയാണ് യഹൂദ സാമ്രാജ്യമെന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ പിന്നെ വന്ന രാജാക്കന്മാർ, യഹൂദ സാമ്രാജ്യത്തെ ഭരിക്കുന്ന രാജാക്കന്മാരും ഉണ്ടായിരുന്നു, ഈ ബാക്കിയുള്ള 10 ഗോത്രങ്ങൾ അവരെ ഭരിക്കുന്ന രാജാക്കന്മാരും ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദ ഗോത്രമാണ്, ഞാൻ പറഞ്ഞല്ലോ, ദേവാലയത്തെയും ദേവാലയ വ്യവസ്ഥകളെയും ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ കൈയടക്കി വെച്ചിരുന്നത് യഹൂദ ഗോത്രം, ഈ വരുന്ന സാമ്രാജ്യമാണ്. അപ്പോൾ അവർ താമസിക്കുന്നത് ആ ജെറുസലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഹിൽ ടോപ്പിലാണ്, ആ ഒരു മലയുടെ മുകളിലാണ് ഇവരുടെ താമസവും ആ താവളങ്ങളെല്ലാം. ബാക്കിയുള്ള 10 ഗോത്രവും താഴ്വരകളിലും ചിതറിപ്പാർക്കുന്ന ജനവുമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഈ ഇസ്രായേൽ ഗോത്രത്തിലുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ സാമ്രാജ്യത്തിനകത്തുള്ള വ്യക്തികൾ, ഈ 2.5 ഗോത്രത്തിനകത്തുള്ള വ്യക്തികൾ മറ്റ് ഗോത്രത്തിലുള്ള വ്യക്തികളെ അവരുടെ കൂട്ടത്തില്ല. ജാതികളായിട്ടാണ് ഇവരവരെ കൺസിഡർ ചെയ്തിരുന്നത്. കാരണം ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ വരാനായിട്ട് അത്തരത്തിലുള്ള ആൾക്കാരെ യഹൂദ സാമ്രാജ്യത്തിനകത്തുള്ള ആൾക്കാർ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഇവർ ഈ മതവ്യവസ്ഥയെ കൈയടക്കി, ദേവാലയ വ്യവസ്ഥയെ കൈയടക്കി, യാഗങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഇവർ കൈയടക്കി. മറ്റുള്ളവരെ ഇങ്ങോട്ട് അവർ അടുപ്പിക്കത്തില്ല. അവരെല്ലാം താഴ്വരയിൽ ഔട്ട്കാസ്റ്റ് ചെയ്തപ്പെട്ട ജനങ്ങളായിട്ട് അവർ കൺസിഡർ ചെയ്തു. അപ്പോൾ പാതാളമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെയാണ് പാതാളം എന്നുള്ള രീതിയിൽ ഇവർ കണക്കാക്കിയിരുന്നത്.
കാരണം അവർ ശപിക്കപ്പെട്ട ജനമാണ്, വെറുക്കപ്പെട്ട ജനമാണ്, ഇവരോടൊപ്പം കൂട്ടാൻ പറ്റാത്ത ജനമാണ്. അതുകൊണ്ട് അവരെ ഇവർ ഔട്ട്കാസ്റ്റ് ചെയ്ത് പാതാളത്തിൽ താമസിക്കുന്ന ജനങ്ങളെന്നുള്ള രീതിയിലാണ് ഇവരുടെ അപ്രോച്ചായിരുന്നത്. ഈ 10 ഗോത്രത്തിനകത്ത് ശമരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ താമസിച്ച കുറേ ജനങ്ങളുണ്ട്. ഈ ശമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ താമസിച്ച ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. നിങ്ങൾ മറ്റുള്ള ജാതിയിൽ നിന്ന്, ഈ 12 ഗോത്രങ്ങളിൽ നിന്നല്ലാതെ മറ്റുള്ള ജാതിയിൽ നിന്ന് തുണയെ കണ്ടെത്തരുത്, അവരെ കല്യാണം കഴിക്കരുത് എന്നുള്ളൊരു നിബന്ധനയുണ്ടായിരുന്നു. പക്ഷേ ഈ ചിതറിപ്പാർത്ത ജനങ്ങൾ അങ്ങനെയുള്ള ദേശത്ത് നിന്ന്, രാജ്യത്ത് നിന്നുള്ള ആൾക്കാരെയൊക്കെ അവർ തുണയായി അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിച്ചപ്പോൾ അവരെ ഒന്നും പിന്നെ ഈ കോമൺ ആയിട്ടുള്ള ഗോത്രങ്ങൾ ഉൾപ്പെടുത്താതെ അവരെ വീണ്ടും ഇതിനകത്തു നിന്നും ഔട്ട്കാസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ പാർക്കുന്ന സ്ഥലമാണ് ശമരിയ. ആ ശമരിയിലുള്ള ജനങ്ങളുമായിട്ട് ഒരു കാരണവശാലും ചങ്ങാത്തം പാടില്ല എന്നാണ്, സഹവർത്തിത്വം പാടില്ല, അവരായിട്ട് മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് ഈ 12 ഗോത്രത്തിൻ്റെയും വ്യവസ്ഥ. അപ്പോൾ ഈ 12 ഗോത്രത്തിൽ ഈ 2.5 ഗോത്രം കുറച്ചുകൂടെ അപ്പർ ഹാൻഡാണ്, ബാക്കിയുള്ളവർ താഴ്വരയിലാണ്. ആ താഴ്വരയിലുള്ളവർ പോലും ഈ ശമരിയയിലുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കമില്ല. അപ്പോൾ ശമരിയിലുള്ള ആൾക്കാർ ഇവരെ കാണുമ്പോൾ, ഈ 12 ഗോത്രത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ മാറി നിൽക്കണം. ഇവരുമായിട്ട് ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് വരാൻ പാടില്ല. നമ്മുടെ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ ശമരിയ എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ജീസസ് ഇപ്പോൾ പറയുന്നത് എന്താ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 12 ഗോത്രത്തിലും പെട്ട ആൾക്കാർ ഈ ശമരിയിലും ഉണ്ട്, ചിതറിപ്പാർക്കുവാണ്, ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജീസസ് ഈ 12 ഗോത്രത്തിനകത്തുമുള്ള കാണാതെ പോയ ആടായ ശമരിയ സ്ത്രീയെ അന്വേഷിച്ച് ആ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ശമരിയ സ്ത്രീ എവിടെ നിന്ന് വെള്ളം കോരുന്നത്? ശമരിയ സ്ത്രീ എന്താ കിണറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ അപ്പൻ കുത്തിയ, ഞങ്ങളുടെ അപ്പനായ യാക്കോബ് ഞങ്ങൾക്ക് കുത്തി തന്ന കിണറെന്ന്. അപ്പോൾ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ഈ ഇസ്രായേൽ ഗോത്രത്തിനകത്തുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ശമരിയിൽ പാർക്കുന്നുണ്ടെങ്കിലും പാപിനി എന്ന് മുദ്രകുത്തി എന്നുണ്ടെങ്കിലും ആ ശരിക്കുമുള്ള അവളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് യാക്കോബ് ഗൃഹത്തിലുള്ള വ്യക്തിയാണ്, ഇസ്രായേൽ ഗൃഹത്തിനകത്തുള്ള വ്യക്തിയാണ്. സോ ഇങ്ങനെയുള്ള വ്യക്തികളെ തേടിയാണ് ജീസസ് വന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റൊരു കോണ്ടസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഈ യഹൂദ എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തിനകത്തുള്ള യഹൂദ ഗോത്രവും ലേവി ഗോത്രവും ബെന്യാമിൻ ഗോത്രവും ഇത്തരത്തിൽ ചിതറിപ്പാർക്കുന്നവരെ കൺസിഡർ ചെയ്തിരുന്നത് വിജാതീയരായിട്ടാണ്, ജാതികളായിട്ടാണ്. അവരുടെ കൂട്ടത്തിൽ ഈ 10 ഗോത്രത്തെ അവർ കൺസിഡർ ചെയ്യത്തില്ല, ഈ ശമരിയ ഗോത്രത്തെ അവർ കൺസിഡർ ചെയ്യത്തില്ല. സോ ഈ ചിതറിപ്പാർക്കുന്ന ജനത്തെ മുഴുവൻ ഈ യഹൂദ ഗോത്രം കൺസിഡർ ചെയ്യുന്നത് ജാതികളായിട്ടാണ്, വിജാതീയരായിട്ടാണ്. അവരുടെ ആ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടാത്ത ആൾക്കാരായിട്ട് അവരെ മാറ്റി നിർത്തിക്കുമായിരുന്നു. അപ്പോൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിനകത്തും ലേഖനങ്ങൾക്കകത്തും പറഞ്ഞിരിക്കുന്ന ജാതി എന്ന് പറയുന്നത്, വിജാതീയരെന്ന് പറയുന്നത് ഈ 10 ഗോത്രത്തിലുള്ള ആൾക്കാരാണ്. അല്ലാതെ നമ്മളെ ചില മത നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ വിജാതീയരെന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ജനങ്ങളെ വിട്ട് പുറത്തുള്ള ആൾക്കാരല്ല, നമ്മളും അല്ല. സോ ബൈബിൾ കോണ്ടസ്റ്റിനകത്ത് ജാതികൾ എന്ന് പറയുന്നത് ഈ 2.5 ഗോത്രം, അല്ലെങ്കിൽ യഹൂദ സാമ്രാജ്യം പോയിട്ട് ബാക്കി വരുന്ന ആൾക്കാരെയാണ്, ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും ജാതികളെന്ന് പറയുന്നത്. ഇനി മറ്റൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിതറിപ്പാർത്തിരിക്കുന്ന ജനം, അത് യഹൂദ മതത്തിനകത്തും ഈ യഹൂദ ഗോത്രത്തിനകത്തുമുണ്ട്, ചിതറിപ്പാർക്കുന്നതിനകത്തുമുണ്ട്. ഇവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ഈ യഹൂദ പശ്ചാത്തലത്തിനകത്തുള്ള ഇസ്രായേൽ ഗോത്രത്തിനകത്തുള്ള ആ സാമ്രാജ്യത്തിനുള്ള ആൾക്കാർ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട്. ഗോവയിലും കൊച്ചിയിലും ചെന്നൈയുടെ ചെറിയ ഏരിയകളിലെ താമരം പോലെയുള്ള ഏരിയകളിലൊക്കെ യഹൂദ വംശ പാരമ്പര്യത്തിലുള്ള, ഇസ്രായേൽ വംശ പാരമ്പര്യത്തിലുള്ള ആൾക്കാർ അന്ന് വന്ന് പാർത്തിരുന്നു. അപ്പോൾ ചിതറിപ്പാർത്ത ജനത്തിനകത്ത് പല രാജ്യത്തിൽ താമസിക്കുന്ന യഹൂദന്മാരുമുണ്ട്. അവരെയും ബൈബിളിൻ്റെ കോണ്ടസ്റ്റിനകത്ത് ജാതികളെന്നാണ് പറയുന്നത്, വിജാതീയരെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീസസ് വന്ന് പറയുന്നത് ഈ യഹൂദ സാമ്രാജ്യത്തിനകത്താണ്, യഹൂദ ഗോത്രത്തിനകത്താണ്.
സോ ഈ ഗോത്രത്തിനകത്ത് വന്ന് പിറന്നത് കൊണ്ട് ജീസസിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇതിനകത്ത് ഈ ഒരു ആൾക്കാരുമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെടാനായിട്ടുള്ള ഒരു പൗരത്വം ജീസസിന് ജന്മന ഉണ്ട്. പക്ഷെ ജീസസ് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത് ഇവരുടെ ഇടയിൽ മാത്രമല്ല, ഈ ചിതറിപ്പാർക്കുന്ന 10 ഗോത്രത്തിൻ്റെ അകത്തും മറ്റുള്ള ഗോത്രത്തിനകത്തും വിജാതീയരെന്ന് മുദ്രകുത്തിയിടും പാപികളെന്ന് മുദ്രകുത്തിയ ഈ പാതാളത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്കും ഇറങ്ങിച്ചെന്നാണ് ജീസസും ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് ജീസസ് പത്രോസിനെ മോൾഡ് ചെയ്തത് ഇത്തരത്തിൽ വിജാതീയരായ ജാതികളായ യഹൂദന്മാർ മാത്രമല്ലാതെ മറ്റുള്ള ട്രൈബ്സിനടുത്തും പോയി ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് പത്രോസിനെയും സജ്ജമാക്കിയത്. പക്ഷെ പത്രോസ് അവിടെ നിന്ന് സ്കിപ്പായി. പത്രോസ് സ്കിപ്പായത് കൊണ്ടാണ് ഈ വിജാതീയരടുത്ത് മറ്റുള്ള 10 ഗോത്രങ്ങളുടെ അകത്ത് ചിതറിപ്പാർക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് പൗലൂസിനെ അപ്പോസ്തലനാക്കി വിടാനായിട്ടുള്ള തീരുമാനമുണ്ടായത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ജീസസ് തൻ്റെ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരുടെ അടുക്കൽ വിളിച്ചിട്ട് ഒരു ടാസ്ക് കൊടുത്തു, ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ, അവരുടെ അടുക്കിലേക്ക് പോയി നിങ്ങൾ എന്ത് ചെയ്യണം, ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞൊരു ടാസ്ക് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കമ്മീഷൻ കൊടുക്കുമ്പോൾ, അവസാനം ജീസസ് ഡിപ്പാർട്ട് ചെയ്ത് പോകാൻ സമയത്ത് ഒരു കമ്മീഷൻ കൊടുക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞത് ഇസ്രായേൽ ഗോത്രത്തിനകത്ത് ചിതറിപ്പാർക്കുന്ന, ബാക്കിയുള്ള ഈ 10 ഗോത്രത്തിനകത്ത് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ചിതറിപ്പാർക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കൽ, യാക്കോബ് ഗൃഹത്തിലെ ആൾക്കാരുടെ അടുക്കലേക്കാണ് പോകാൻ പറഞ്ഞത്. ആ ജാതികളെന്ന് പറഞ്ഞാൽ അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മളെയല്ല. സോ തോമസിൻ്റെ വിസിറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ തോമസ് വന്നത് എവിടെയാ? ഇങ്ങനെ യഹൂദന്മാർ താമസിക്കുന്ന പോക്കറ്റുകളിലാണ് തോമസ് അപ്പോസ്തലൻ വന്ന് ശുശ്രൂഷ ചെയ്തത്. ഗോവയിലും കൊച്ചിയിലും താമരത്തുമൊക്കെ അദ്ദേഹം വന്നത്, അവിടെയെല്ലാം യഹൂദ ഗോത്രത്തിനകത്തുള്ള ആൾക്കാർ ചിതറിപ്പാർക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് അദ്ദേഹം വന്നല്ലാതെ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ത്യയിലെ ആൾക്കാരുടെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ തോമസ് ഇവിടെ വന്ന് ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ചില ബ്രാഹ്മണന്മാർ അവർ ഈ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരെ ടാർഗറ്റ് ചെയ്തിട്ടേ അല്ല തോമസ് ഇങ്ങോട്ട് വന്നതും യേശു അയച്ചതും. സോ ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ജാതികൾ ആരാ, വിജാതീയരാ ആരാ, ആരുടെ അടുക്കിലേക്കാണ് പൗലൂസ് പോയത്, പത്രോസിനെ അയക്കാനായിട്ട് പ്ലാൻ ഇട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നത്തെ അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ പ്രസംഗിക്കുന്നത് പോലെ ബൈബിൾ കോട്ടിമാട്ടിയുള്ള ഒരു വിഷയമായിട്ട് മാറും. ഞാൻ പറഞ്ഞല്ലോ, ജീസസ് സത്യമാണ്, ബൈബിളും സത്യമാണ്. പക്ഷേ ഇതിനെ രണ്ടിനെയും വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം ഫേക്കാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫേക്കാണ്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ ആന്തരിക അർത്ഥത്തെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ബൈബിളിന് അഗൻസ്റ്റ് അല്ല, ഞാൻ ജീസസ് ക്രൈസ്റ്റിനും അഗൻസ്റ്റ് അല്ല. ഐ ആം ടോക്കിംഗ് അഗൻസ്റ്റ് ദ ഫേക്ക് ക്രിസ്ത്യൻ റിലീജിയൻ. അത് പൊളിഞ്ഞേ പറ്റൂ. അന്ന് യഹൂദ മതത്തെ ജീസസ് പൊളിച്ചതുപോലെ ഇന്നത്തെ ഫേക്ക് ക്രിസ്ത്യൻ റിലീജിയൻ പൊളിഞ്ഞാൽ മാത്രമേ ആ റിലീജിയൻ്റെ അകത്ത് തളച്ചിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഞാനിടുന്ന വീഡിയോസ് എല്ലാം വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് വൾഗറായിട്ടുള്ള കമൻ്റ് ഇടുന്നതെല്ലാം ഇത്തരത്തിൽ ക്രിസ്ത്യൻ മതം അടിച്ചമർത്തി വെച്ചിരിക്കുന്ന സ്ലേവറിക്കകത്ത് കിടക്കുന്ന ആൾക്കാരാണ്. അവരറിയുന്നില്ല അവരെന്താണ് സംസാരിക്കുന്നതെന്ന്, അവർക്കറിയില്ല. കാരണം അവരെ മോൾഡ് ചെയ്തിരിക്കുന്നത് ഈ തരത്തിലാണ്. സോ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ വായിൽ നിന്നും വെളിയിൽ വരുന്നത് ഇത്തരത്തിലുള്ള വൾഗർ ലാംഗ്വേജാണ്. ഐ റിപ്പീറ്റ്, ക്രിസ്ത്യൻ റിലീജിയൻ മോൾഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം ഇത്തരത്തിലുള്ള അറഗൻ്റ് ആയിട്ടുള്ള വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ്. കാരണം ആ മതം തന്നെ വൾഗറാണ്, ഫേക്കാണ്. സോ ആ മതത്തിനകത്ത് പിന്നെ വിശ്വസിക്കുന്ന ആൾക്കാരെ പിന്നെ പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആ പാവം ജനങ്ങളെ, അതിനകത്ത് തളച്ചിട്ടിരിക്കുന്ന ആ പാവം ജനങ്ങളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാനാണ് ഞാനീ പാടുപെടുന്നത്. അതവരറിയുന്നില്ല. എന്നെങ്കിലും ഒരിക്കലും അറിയട്ടെ. ഓക്കെ, വീണ്ടും ഞാൻ ബൈബിളിനകത്തുള്ള മറ്റുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഇത്തരത്തിലുള്ള വാക്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് ഈ ടോപ്പിക്കിന് മുന്നോട്ട് കൊണ്ടുപോകാം. കീപ് വാച്ചിങ്. താങ്ക് യു.